നമുക്കിന്ന് വെജിറ്റബിൾ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കെടുക്കുക. അപ്പോൾ ഉള്ളി ഇതൊന്ന് നല്ലോണം ഒന്ന് വാടിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലൊന്ന് നമ്മൾ ഇളക്കി സെറ്റാക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പിടാതെ വേവിച്ച ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ലേശം ബ്രെഡ് പൊടിച്ച് വെച്ചതുണ്ട്. ഇനി നമ്മൾ മുട്ട പൊട്ടിച്ച് നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയിൽ ലേശം കോൺഫ്ലവർ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചാണിത്. അപ്പോൾ നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ഇതിങ്ങനെ പരത്തിയെടുക്കാം. നല്ല റൗണ്ടാക്കിയിട്ടൊന്നിങ്ങനെ പരത്തിയെടുക്കണം. നമുക്കിത് ഷേപ്പിലാണ് ആക്കി റെഡിയാക്കേണ്ടത്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതായി മുട്ട ഇവിടെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഇങ്ങനെ മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളിത് ബ്രെഡ് പൊടിച്ച് വെച്ചതിൽ ഇടുക. നമ്മളിത് അതിന് ബ്രെഡോട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ എടുത്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.